എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടി തയ്യാർ ചെയ്തെടുക്കണം നമുക്ക് നോക്കാം. അതിനു മുമ്പായി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി സമയം വൈകിക്കേണ്ട, വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 3 പട്ട, അതുപോലെ 4 ഏലക്ക, ഗ്രാമ്പു ഒരു 5-6 പിന്നെ കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ, ഒരു 8-9 വറ്റൽമുളകും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കൊത്തമല്ലിയും കൂടെ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അല്ല, 1/2 ടീസ്പൂൺ അളവിലോളം എടുത്തിട്ടുണ്ട് കൊത്തമല്ലി. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ആറിയ ശേഷം നല്ല രീതിയിലൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ മെയിൻ മസാല എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേനും ആ മസാലയുടെ നല്ല തണുത്ത് വന്ന ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ആദ്യമായിട്ട് ഒരു 3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒരു സമയം ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ തന്നെ പ്രത്യേക രുചിയാണ് ആ ഗ്രേവിക്ക്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് അലിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളി അല്ലി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ റോസ് സ്മെല്ല് മാറി ഒന്ന് മുരിഞ്ഞു എന്ന് കാണുമ്പോൾ 2 സവാള ഇതുപോലെ അരിഞ്ഞത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരാനുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ വഴറ്റുമ്പോഴത്തേനും നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടും. പെട്ടെന്ന് മുരിയുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയൊക്കെ വളരെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നു എന്ന് കാണുമ്പം ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് കുറച്ച് നല്ല കറിവേപ്പില കൂടെ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഫ്രഷായി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണേ. അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിലൊന്ന് വഴണ്ടി വന്നോട്ടെ. ഉള്ളിയും പച്ചമുളകൊക്കെ വഴണ്ടുമെന്ന് കാണുമ്പോൾ ഒരു 3 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ആ ഒരു എണ്ണയിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ അതുവരെ ഒരു 15 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് ഉടഞ്ഞ് വരണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഈ ഒരു സമയം നമുക്ക് ചിക്കൻ ചേർക്കാം. 1 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ചിക്കൻ ആവശ്യമായ അളവിൽ ഉപ്പ് കൂടി ഒരു സമയം ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കുക. അതിന് ശേഷം തക്കാളിയുടെ മുകളിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചിക്കനൊക്കെ ഒന്ന് ചേർത്ത് എല്ലാ മസാലയും വരുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഒരു മൂടി ഉപയോഗിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നിറങ്ങി വരും. അപ്പോൾ ആ ഒരു സമയം വരെ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. വെള്ളം ഇപ്പോൾ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ തന്നെ വെള്ളമൊക്കെ അതുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു പൊടിയാണ് ഈ ചിക്കൻ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ആ ഗ്രേവിക്ക് തന്നെ പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതി നല്ല രീതിയിൽ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം കൂടെ ചിക്കൻ ഒന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇറങ്ങും. അതിനുശേഷം ആ വെള്ളമൊക്കെ ഒന്ന് വെറ്റി കുറുകി വരുന്ന ആ ഒരു ടൈം വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നോക്കൂ, 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചിക്കനൊക്കെ നോക്കിക്കേ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ ചിക്കനിൽ നല്ല രീതിയിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയം എരിവും ഉപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ. വെള്ളം ചിക്കൻ ഒട്ടും ചേർത്തിട്ടില്ല. ചിക്കൻ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണത്. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ തയ്യാറാക്കിയ ഒരു ഗ്രേവിയാണിത്. നല്ല രുചിയാണ്. ഇനി കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുകി വരാനുണ്ട്. ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുന്നതിന് വേണ്ടിയിട്ട് സ്വല്പം മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് കുറുകി വരുന്നവരെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതാ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ തയ്യാറാക്കിയ നല്ല ഒന്നാം തരം രുചികരമായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചുടുചോറിനോടൊപ്പം മാത്രമല്ല ഇഡ്ഡലി, ദോശ, അതുപോലെ ചപ്പാത്തി, പത്തിരി ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം നാടൻ റെസിപ്പിയാണ്. ഈ ഒരു ഗ്രേവിക്ക് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മസാല കൂട്ടൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കണതുകൊണ്ട് പ്രത്യേക രുചിയാണ്. അപ്പോൾ ഈ ഒരു നാടൻ വിഭവം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ നാടൻ വിഭവങ്ങളുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.